അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട്. കഴിഞ്ഞ വീഡിയോ ഒക്കെ ഒരുവിധം എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിച്ച് ഒരുപാട് പേര് വാട്സപ്പിൽ മെസ്സേജൊക്കെ അയച്ചിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണിത്. ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്യുന്ന വീഡിയോ. കുറഞ്ഞ ചിലവിൽ ഒരുപാട് സംഭവങ്ങൾ ഫ്രിഡ്ജിൽ അടക്കി ഒതുക്കി വെക്കുന്നത് തന്നെയാണ് ഫ്രിഡ്ജ് ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണിത്. ഇത് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസും കൂടിയാണ്. ഒരുപാട് ചിലവൊന്നും ആക്കാതെ നമുക്ക് നമ്മുടെ എല്ലാ സംഭവങ്ങളും ഫ്രിഡ്ജിൽ ഒതുക്കി വെക്കാൻ കഴിയും. നമ്മൾ ഫ്രിഡ്ജിൽ സ്ഥലമില്ല എന്നൊക്കെ വെറുതെ പറയുകയാണ്. അത് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങിൽ ഒതുക്കി വെക്കാത്തതുകൊണ്ടാണ്. നമ്മൾ കണ്ടിട്ടില്ല, നമ്മളെ അലമാറയിലൊക്കെ വലിയ അലമാറയിലും പറയും എന്ത് വെച്ചാലും സ്ഥലമില്ല. പണ്ടൊക്കെ ഒരു വീട്ടിൽ ഒരു റൂമിൽ ഒരു അലമാരയാണ് ഉണ്ടാവുക. ഒരാൾക്ക് ഒരു വീട്ടിൽ ഒരുപാട് പേരുണ്ടാവും. അതിൽ ഒരാൾക്ക് ഒരു റൂമാണ് കിട്ടുക. അതിലൊരു ചെറിയ അലമാര ഉണ്ടാവും. അതിൽ 4 മക്കളുണ്ടെങ്കിൽ ആ 4 മക്കളുടെയും ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയൊക്കെ സംഭവങ്ങൾ ഒതുങ്ങുമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഒരു വീട്ടിൽ വലിയ വീടാണെങ്കിലും ആകെ 4 പേരുണ്ടാവും. അവരുടെ വീട് 4 അലമാരയിൽ വെച്ചാലും തികയാത്ത അവസ്ഥയാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ അടക്കി ഒതുക്കി വെക്കാത്തതിനൊരു പ്രശ്നമാണ്. അപ്പോൾ ആ ഒരു പ്രോബ്ലമാണ് നമ്മളെ ഫ്രിഡ്ജിലുള്ളത്. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട് ക്ഷീണിക്കുന്നതിന് മുമ്പ് കുറച്ച് വറുത്ത കടലയുണ്ട്. അപ്പോൾ അതൊന്ന് കഴിച്ചിട്ട് നമുക്കിങ്ങനെ വായിലിട്ടിട്ട് അങ്ങനെ ഒരു പണിയെടുക്കുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വായിലിട്ടുകൊണ്ടിരുന്ന നല്ലൊരു രസമാണ്. ഫ്രിഡ്ജിൻ്റെ കൂടെയുള്ള ഐസ് ബോക്സിനേക്കാളും നമുക്ക് നല്ല ഹെൽപ്പാണ്. ഇതുപോലുള്ളൊരു ഐസ് ക്യൂബ്സിൻ്റെ ഒരു സെറ്റ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ്. ഇത് മീഷോന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഇങ്ങനെ അടപ്പുള്ള ഐസ് ക്യൂബ്സിൻ്റെ പാത്രമാകുമ്പോൾ നമുക്ക് ഒത്തിരി ഉപകാരമാണ് കേട്ടോ. ഇങ്ങനെയുള്ളതായാൽ നമുക്ക് ഇളനീര്, മാംഗോ അതിൻ്റെയൊക്കെ പൾപ്പുകൾ, അതുപോലെ ചെറുനാരങ്ങ പിഴിഞ്ഞിട്ടൊക്കെ ഐസ് ക്യൂബ് ആക്കിയിട്ട് എടുത്ത് വെക്കാൻ നല്ല ഉപകാരമാണിത്. അതാവുമ്പോൾ നമ്മൾ ഹെൽത്തിനും പ്രോബ്ലം വരില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്കത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലായാലും ഉണ്ടാവും അണുക്കളൊക്കെ. ആ ഭാഗത്തിലുള്ള സംഭവങ്ങളൊക്കെ ഒഴിഞ്ഞു പോയി കിട്ടും. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ ഒരുപാട് പാത്രത്തിലായി പണ്ടൊക്കെ പാത്രങ്ങളിലും ഗ്ലാസ്സുകളിലൊക്കെ ഐസാക്കിയിട്ട് വെക്കും. അപ്പോൾ ആ ഒരു സ്ഥലത്തിൻ്റെ കുറവ് അവിടെ വരും. നമ്മുടെ പണികളൊക്കെ പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് നമ്മളെന്ത് ചെയ്യും, കിച്ചണിൽ നോമ്പാകുമ്പോഴൊക്കെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആക്കിയിട്ടും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അല്ലാതെ നമുക്ക് ആവശ്യമുള്ള ഒന്ന് കറി തൂമ്പിക്കാനും വറവിടാനൊക്കെ ആയിട്ട് ഉള്ളികൾ അതുപോലെ വെളുത്തുള്ളികളൊക്കെ പീസാക്കിയിട്ട് ഫിഷ് കറിയിലിടാനൊക്കെ വേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ഓരോന്നിനും ഓരോ പാത്രം വെക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെയുള്ള പാത്രങ്ങളാകുമ്പോൾ ഓരോ ഭാഗത്ത്, ഇപ്പോൾ അതാ ഞാൻ ലെമൺ ഒരു ഭാഗത്ത്, സലാഡിനുള്ളത് ഒരു ഭാഗത്ത്, അതുപോലെ പീസാക്കി വിട്ടിട്ടുള്ള ഇളവൻ വേറൊരു ഭാഗത്ത്, ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചത് ഇനിയിപ്പോൾ ഈ ഭാഗത്തേക്ക് പേസ്റ്റ് ആക്കിയിട്ടുള്ളത് ചെയ്യാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനൊരു ബോക്സ് ആകുമ്പോൾ ഇതിപ്പോൾ 10 ബോക്സുകളുള്ള തറകളായിട്ടുള്ള ബോക്സുകളും കിട്ടാനുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് ആകുമ്പോൾ ഫ്രിഡ്ജിലൊരു ഈ സ്ഥലത്ത് ഇതിനെല്ലാം നമ്മൾ ഓരോ പാത്രം വെക്കുന്നതിനേക്കാളും ഇങ്ങനെ 6 സംഭവം ഈ ഒരു പാത്രം കൊണ്ട് കഴിയും. അപ്പോൾ പറ്റുന്നവരൊക്കെ ഇങ്ങനെയുള്ള കണ്ടെയ്നർ വാങ്ങാം. അതുപോലെ നമ്മൾ വാട്ടർ ബോട്ടിലൊക്കെ ചെറുത് നമ്മൾ പെപ്സി കുപ്പി അങ്ങനെയൊക്കെ ആകുമ്പോൾ ചെറുത് ഒരുപാട് വെക്കുന്നതിനേക്കാളും കുറച്ച് വലുപ്പമുള്ള ഒന്നാകുമ്പോൾ ആ ഒരു കുപ്പിയിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. അതുപോലെ നമ്മൾ തക്കാളി പച്ചക്കറിയുടെ കൂട്ടത്തിൽ തക്കാളി ഇട്ടാൽ തക്കാളി പെട്ടെന്ന് ചീഞ്ഞു പോകില്ല കേട്ടോ. അത് ഞാൻ അനുഭവിച്ച ഒരു സത്യമാണ്. നമ്മൾ വേറെ തക്കാളി ഒരുമിച്ച് തക്കാളി മാത്രമായിട്ട് ഇടുന്നതിനേക്കാളും ഒന്നും കൂടെ ടൈം ഒരു ദിവസങ്ങളിൽ കൂടുതൽ ചെയ്യാതെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് പലരുടെയും ഫ്രിഡ്ജ് പെട്ടെന്ന് കേടാവുന്ന ഒരു സംഭവമാണ് ഇത്. ഫ്രിഡ്ജ് കേടാവുകയല്ല, ഫ്രിഡ്ജിൻ്റെ വൃത്തി പോകുന്ന ഒന്നാണ്. നമ്മൾ ഈ ഡോറിൻ്റെ സൈഡിലാണ് ഫ്രിഡ്ജ് വാങ്ങുമ്പോൾ നമുക്ക് ഈ ഒരു എഗ്ഗൊക്കെ വെക്കാനുള്ളൊരു സ്ഥലം കിട്ടും. അപ്പോൾ അതിൽ വെക്കും. പെട്ടെന്ന് കുട്ടികളൊക്കെ വന്നിട്ട് അതൊന്നും പെട്ടെന്ന് തുറക്കും. ആ ടൈമിൽ എഗ്ഗ് പൊട്ടിപ്പോവും. ഫ്രിഡ്ജിൻ്റെ ഉള്ളിലും അതുപോലെ അടിഭാഗത്തൊക്കെ ഭയങ്കരമായിട്ട് സ്പ്രെഡാവും. ഫ്രിഡ്ജിൽ നിന്ന് ആ ഒരു എഗ്ഗിൻ്റെ സ്മെല്ല് പോയി കിട്ടാൻ ഭയങ്കര പാടുമാണ്. അപ്പോൾ ഒരുപാട് നമ്മൾ ടൈം ചെയ്യണം. അതിനേക്കാളും നല്ലത് ഇതുപോലുള്ള ഓരോ ബോക്സിൽ ആ ഒരു എഗ്ഗിൻ്റെ ട്രൈ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയാൽ അപ്പോൾ അവിടെ സ്ഥലം ബാക്കിയായിട്ട് കിട്ടുകയും ചെയ്യും. നമുക്ക് ഈ എഗ്ഗ് വെച്ചിട്ടുള്ള ആ ഒരു ഭാഗത്ത് നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ വെക്കുകയും ചെയ്യാം. ഫ്രിഡ്ജിൻ്റെ ഉള്ളിലായാലും മൂടി വെച്ചാൽ പെട്ടെന്ന് കേടുന്ന സംഭവമാണ് ഈ പൊട്ടറ്റോ, അതുപോലെ ചിരങ്ങ അങ്ങനെയുള്ള മുറിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ടാണ് ചില പച്ചക്കറികളൊക്കെ കിട്ടുക. അങ്ങനെയുള്ളത് ചിലരൊക്കെ പുറം ഭാഗത്ത് വെക്കും, ഫ്രിഡ്ജിലല്ലാതെ പുറത്ത് വെക്കും. ഈ പൊട്ടറ്റോ 3 മാസം 4 മാസം കഴിഞ്ഞാലും നമ്മളെ പൊട്ടറ്റോ ഒന്നും ആവില്ല ഫ്രിഡ്ജിൽ ഇങ്ങനെ വെച്ചാൽ. ഈ മുറിച്ച് വെച്ചിട്ടുള്ള പച്ചക്കറികൾ നമ്മൾ അടപ്പുള്ള പാത്രത്തിൽ വെച്ചാൽ അത് പെട്ടെന്ന് കേടായിട്ട് പോകും. അതിൻ്റെ ഭാഗത്ത് ഒരു ഇതാവും. നമ്മൾ അടപ്പുള്ള പാത്രത്തിൽ വെച്ചാൽ ചീഞ്ഞ പോലെയാവും. അപ്പോൾ അതിനിങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ വാങ്ങിയിട്ട് അതിൻ്റെ ഈ ഒരു ഡോർ എടുത്ത് മൂടി എടുത്ത് ഒഴിവാക്കിയാൽ മതി. അതുപോലെ ചപ്പ്, കരിവേപ്പ് ഇങ്ങനെ ഒരുമിച്ച് വെച്ചാൽ പെട്ടെന്ന് ചെയ്യൂല. ചപ്പിൻ്റെ ആ അടിഭാഗത്തുള്ള ആ വേർഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് ഒഴിവാക്കണം. എന്നിട്ട് ഇതിലേക്ക് ഒരു ഇത്തിരി വിനിഗറൊന്ന് തിളപ്പിച്ചിട്ട് ആ വെള്ളം ഒന്ന് തളിച്ചിട്ടാൽ മതി. 1 മാസം 2 മാസം കഴിഞ്ഞാലും നമ്മുടെ കരിവേപ്പും ചപ്പും ഒന്നും ആവില്ല.
ഫ്രിഡ്ജ് ഗൾഫിലേക്കൊക്കെ കൊണ്ടുപോയിട്ടൊക്കെ അനുഭവം പറഞ്ഞിട്ടുള്ള കാര്യമാണത്. നമുക്ക് എൻ്റെ അനുഭവത്തിലുള്ള എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ടിപ്പുകളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റിസൾട്ട് കിട്ടാത്തുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. അപ്പോൾ അതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ വരുത്താനുണ്ടാവും, അതുകൊണ്ടാവും. എനിക്ക് ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയത് കാര്യം ഇതതുപോലെ ഒരു ഓപ്പണായി ഈ ഭാഗത്ത് നമുക്ക് വീട്ടിൽ ഷുഗർ പേഷ്യൻറ്റുകളോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇൻസുലിന് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഈ ബോക്സിൻ്റെ ഉള്ളിൽ വെക്കാം. അതുപോലെ ഇതുപോലുള്ള ഒരു ഓപ്പണായിട്ടുള്ളതായാലും നമ്മുടെ തേങ്ങ ഒക്കെ ചിരവിയതിൻ്റെ ബാക്കി ഉണ്ടാവും. ചിലർ അച്ചേക്ക് അതുപോലെ തന്നെയാണ് ഫ്രിഡ്ജിലേക്ക് വെക്കും. അപ്പോൾ ആ തേങ്ങയുടെ ആ ഒരു അടിഭാഗത്തുള്ള ചിരട്ടേൻ്റെ ഭാഗത്തുള്ള ആ സംഭവങ്ങൾ ഫ്രിഡ്ജിലായാലും ഫ്രിഡ്ജ് പെട്ടെന്ന് അയക്കാവും. എപ്പോഴും നന്നാക്കാൻ ഫ്രിഡ്ജ് എപ്പോഴും ക്ലീൻ ചെയ്യണം എന്ന് എല്ലാവരും പറയാം. പക്ഷേ അതിനേക്കാളും നല്ലതുള്ളത് ക്ലീൻ ആവാതെ ശ്രദ്ധിക്കുകയാണ്. നമ്മൾ മീൻകറിയിലേക്കൊക്കെ എടുത്തിട്ടുള്ള ബാക്കിയുള്ള പുളിയാണ്. ഇതിനൊക്കെ ഓരോന്നിനും ഓരോ പാത്രങ്ങളാണ് ഈ ഭാഗത്ത് ഞാൻ വെച്ചിട്ടുള്ളത്. ഇത് തൈര് ഒന്നും ഫ്രിഡ്ജിലേക്ക് അപ്പോൾ അങ്ങനെ സ്പ്രെഡായി പോവില്ല. അതുപോലെ നെയ്യ്, സോസുകൾ. ഈ ഒരു പാത്രം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉൾഭാഗത്താണ് നമ്മൾ ദോശമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്കുള്ള തവി, എണ്ണ, ഓയിൽ സ്പ്രെഡ് ചെയ്യുന്ന പാത്രം. ഇതിങ്ങനെ ഓപ്പണായിട്ട് ചെറിയ പാത്രങ്ങളൊക്കെ വേറെ ഉണ്ട്. ഞാൻ പക്ഷേ അത് നമ്മൾ ദോശയിൽ സ്പ്രെഡ് ചെയ്യുമ്പോൾ അതിനൊരു എളുപ്പത്തിന് ആ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ വെച്ചാൽ ഇതിൻ്റെ ഉൾഭാഗത്ത് അത് കവറായിട്ട് കിടന്നും ചെയ്തോളും. പോലെ ഓയിലിങ്ങനെ അതൊരു പ്ലാസ്റ്റിക് ബോക്സിലാക്കിയാൽ നമ്മൾ ഓയിൽ ചൂടാവുമ്പോൾ വെക്കുമ്പോൾ അത് കൊളാവും. അതിനേക്കാളും നല്ലത് ഇങ്ങനെയുള്ളൊരു ബോക്സിലാക്കി വെച്ചാൽ ആ ഓയിൽ ഫ്രിഡ്ജിലാവില്ല. അത് നല്ല വൃത്തിയിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന സംഭവങ്ങളല്ലേ, അപ്പോൾ അത് നല്ല വൃത്തിയിൽ അവിടെ കിടന്നും ചെയ്തോളും. ഇത് നെയ്യൊക്കെ ഒഴിച്ച ഭാഗ്യം പുറം ഭാഗത്ത് വെക്കുമ്പോൾ അതങ്ങനെ ചൂടായിട്ട് അങ്ങനെ ഓയിലായിട്ട് കിടക്കും. ഫ്രിഡ്ജിൽ വെച്ചാൽ അത് കട്ടയായിട്ട് അവിടെ കിടന്നോളും. എത്ര നാൾ കഴിഞ്ഞാലും ഒന്നും പറ്റില്ല. ഇനി ഏറ്റവും അടിയിലുള്ള ഈ ഭാഗത്താണ് ഞാൻ ഫ്രൂട്ട്സുകളൊക്കെ കൊണ്ടുവന്നാൽ വെക്കാറുള്ളത്. അതുപോലെ ഒരു ബോക്സിലാണ് പച്ചക്കറികളൊക്കെ കൊണ്ടുവന്നാൽ ഒരു ബോക്സ് ഞാൻ അതിനായിട്ട് സെപ്പറേറ്റ് മാറ്റി വെക്കാനാണ്. പച്ചക്കറികളൊക്കെ കൊണ്ടുവന്നാൽ അത് പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് അതിൽ സ്റ്റോർ ചെയ്ത് വെക്കും. പച്ചമുളക് അതുപോലെ പെട്ടെന്നൊന്നും കേടാവില്ല നമ്മളിങ്ങനെ അടപ്പുള്ള പാത്രത്തിൽ വെച്ചാൽ. ഇങ്ങനെയുള്ള പാത്രങ്ങൾ വെച്ചാൽ നീളത്തിൽ അങ്ങനെ വെക്കുകയും ചെയ്യാം. നമുക്ക് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് അങ്ങനെ വെക്കാം. അപ്പോൾ ഫ്രിഡ്ജിൽ ഒരുപാട് സ്ഥലം ബാക്കിയായി കിട്ടും. ബാക്കിയുള്ള സ്ഥലത്ത് നമുക്ക് ഫുഡ് ബാക്കിയുള്ളത് അതുപോലെ ചോറൊക്കെ ബാക്കിയുള്ളത് നമുക്ക് അതിലേക്ക് അടച്ച് വെക്കാനൊരു പാത്രമാവും. അതിന് നമുക്ക് ഫുഡ് സ്റ്റോർ കവർ ചെയ്യണ നല്ല കണ്ടെയ്നറുകൾ അതിന് വേണ്ടിയിട്ട് എടുത്താൽ മതി. ഒന്നും ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ തുറന്ന് വെക്കരുത്. ഭക്ഷണം കഴിക്കും നമുക്ക് അതിൽ നിന്നെടുത്ത് ഫ്രിഡ്ജ് ക്ലോസ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ആരും ഒന്നും തുറന്ന് വെക്കരുത്. അത് ഭയങ്കര പ്രോബ്ലമാണ്. ഇതുപോലെ ഇങ്ങനെ മുകളിൽ ഇനിയിപ്പോൾ ഒരു കണ്ടെയ്നറും കൂടി ഇതിൻ്റെ മുകളിൽ അങ്ങനെ വെക്കാൻ പറ്റും. ഇപ്പോൾ ഈ അടിഭാഗത്താണ് ഫ്രൂട്ട്സുകൾ ഉള്ളതും. അതുപോലെ ഈ ഒരു പാത്രം എനിക്ക് സ്റ്റോറിനായിട്ടുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പാത്രം മൂടി വെച്ചിട്ടുള്ള അതിൻ്റെ ഉള്ളിലാണ് ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനുള്ള ചക്കക്കുരു അതുപോലെ ഉണക്കമീൻ ഒക്കെ ഇതിൻ്റെ ഉള്ളിലാണ് വെക്കുക. ഇതിൻ്റെ ഉള്ളിൽ വെച്ചാൽ ഉണക്കമീനിൻ്റെ മണം ഉണ്ടാവില്ല. അതുപോലെ പെട്ടെന്ന് അത് ചുവപ്പ് കളറാവില്ല. ഇവിടെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീനാണ് ഉണക്കമീൻ. പക്ഷേ അത് ഇവിടെ ഉപ്പാക്കൊന്നും വലിയൊരു താല്പര്യമില്ല. മൊത്തത്തിലൊരു സ്മെല്ലാവും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇങ്ങനെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നമ്മൾ ന്യൂസ് പേപ്പറിൽ കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചാൽ നമ്മുടെ ഉണക്കലിനൊരു സ്മെല്ലും ഉണ്ടാവില്ല. പെട്ടെന്ന് റോസ് കളറായി കിട്ടില്ല. തണുപ്പത്തായാലും ചൂടത്തായാലും അവിടെ സ്റ്റോപ്പായിട്ട് അവിടെ കിടന്നോളും. എല്ലായിടത്തും ഡബിൾ ഡോർ ഉണ്ടാവില്ല. ചെറിയ ഫ്രിഡ്ജ് ആകുമ്പോൾ അങ്ങനെ ചെറിയ ഫ്രിഡ്ജൊക്കെ ആകുമ്പോൾ ചിലർക്ക് ഡബിൾ ഡോറിൻ്റെ വലിപ്പം വലിയ ഫ്രിഡ്ജൊക്കെ ആയിട്ട് കാണും. പക്ഷേ ഉൾഭാഗത്ത് തീരെ സൗകര്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ളതൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഒതുക്കി വെച്ചാൽ നല്ല സ്ഥലം ഉണ്ടായി കിട്ടും. എല്ലാം നമുക്ക് നമ്മുടെ ഫ്രിഡ്ജിൽ തന്നെ വെക്കാം. ഒരു വീട്ടിൽ ഒന്നിലധികം ഫ്രിഡ്ജൊന്നും എന്തായാലും നടക്കില്ല. അപ്പോഴുള്ള ഫ്രിഡ്ജിൽ എല്ലാം അടക്കി ഒതുക്കി വെച്ചിട്ട് എല്ലാത്തിനും സ്ഥലം ഉണ്ടാക്കേണ്ടതാണ് നല്ലത്. പുതിയ നൈറ്റി മെറ്റീരിയൽസൊക്കെ വന്നിട്ടുണ്ട്. വേണ്ടവർ വാട്സപ്പ് ചെയ്യുക. പിന്നെ കുറച്ച് തിരക്കുകളിലും കാര്യങ്ങളിലായതുകൊണ്ടാണ് സ്റ്റിച്ചിങ് വീഡിയോയിൽ ഒന്ന് പിന്നോട്ടായത്. ആരും പിണങ്ങണ്ട. അതിൻ്റെ വീഡിയോസൊക്കെ വീണ്ടും ഇടാം. അപ്പോൾ ഞാൻ ഈ ഷെയർ ചെയ്തിട്ടുള്ള ഈ വീഡിയോസുകൾ നിങ്ങൾക്ക് ഹെൽപ്പ് ആവുന്നുണ്ടെങ്കിൽ, ഉപകാരമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങൾ ട്രൈ ചെയ്തതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും അതൊന്ന് കമൻറ്റായിട്ടും കൂടെ അറിയിക്കുക. കൂടെ നമ്മുടെ ഈ കുഞ്ഞു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബും കൂടി ഇട്ടേക്കുക. ഭയങ്കര ചൂടാണ്, നോമ്പാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ കാണാനൊന്നും സമയം ഉണ്ടാവില്ല എന്ന് വിചാരിക്കണ്. എന്നാലും പലരും വിളിച്ചിട്ട്
ഞങ്ങളിപ്പോഴാണ് ഈ ചാനൽ തുടങ്ങിയത് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. 41K കഴിഞ്ഞിട്ടുണ്ട് സബ്സ്ക്രൈബ്. 50K ആവണം എന്നാണ് ആഗ്രഹം. നിങ്ങളെല്ലാവരും ഒന്നും കൂടെ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് വൈറ്റ് സ്റ്റുഡിയോയിൽ കാണുമ്പോൾ അറിയുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനേക്കാളും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നത് എന്ന്. അപ്പോൾ അതിനർത്ഥം നമ്മളോട് സ്നേഹമുള്ളവരൊന്നും വീഡിയോ കാണുന്നില്ല, അല്ലാത്തവരാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ സബ്സ്ക്രൈബ് ചെയ്യാത്തത്, അതോ സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണോ അറിയില്ല. നമ്മുടെ വീഡിയോൻ്റെ തൊട്ട് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. താങ്ക് യു. അസ്സലാം.